ഇന്നോവ സ്കൂട്ടറിലിടിച്ച ഗ്രാമപഞ്ചായത്ത് അംഗത്തിന് പരിക്ക്. ചാലിയാർ ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡ് അംഗം നസീമ പാലശ്ശേരിക്കാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെ 9:30 ഇടിവണ്ണ മുസ്ലിം പള്ളിക്ക് സമീപമുള്ള വളവിലാണ് അപകടം. നിർത്താതെ പോയ ഇന്നോവ കാർ നിലമ്പൂർ കോടതിപ്പടിയിൽ വെച്ച് പോലീസ് പിടികൂടി. വാടകക്കാരിൽ കക്കാടംപൊയിൽ ഭാഗത്തു നിന്നും എത്തിയ 17-നും 19-നും ഇടയിൽ പ്രായമുള്ള 8-അംഗ സംഘം സഞ്ചരിച്ച കാറാണ് നസീമയെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം നിർത്താതെ പോയത്. ഇന്നോവ കാർ വരുന്നത് കണ്ട് താൻ സ്കൂട്ടറിന്റെ വേഗത കുറച്ചെങ്കിലും ഇടിക്കുകയായിരുന്നുവെന്ന് നസീമ പറഞ്ഞു. ഞാൻ ഇടിവണ്ണ ഷോപ്പിലേക്ക് പോകുകയായിരുന്നു. ഷോപ്പിലേക്ക് അപ്പൊ എതിരെ ഒരു ബൈക്ക് വരുന്നുണ്ട്. ആ ബൈക്കിനെ ഓവർടേക്ക് ചെയ്ത് വളവില് നല്ല സ്പീഡിലാണ് അവര് വരുന്നത്. അപ്പൊ ഞാൻ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ പറ്റ സ്ലോ ആക്കിയാണ് വണ്ടി പോയത്. അവര് ആ ബൈക്കിനെ ഓവർടേക്ക് ചെയ്ത് ഒന്നായിട്ട് വന്നിട്ട് എൻ്റെ വണ്ടി ഇടിച്ച് തെറിപ്പിച്ചു. എന്നിട്ട് അവര് നിർത്താതെ പോയി. ഞാന് മറിഞ്ഞ് അരിച്ചാലേക്ക് വീണു. പിന്നെ ആളുകളൊക്കെ ഒരുപാട് കൂടിയിട്ടാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. അവര് വണ്ടി നിർത്താതെ പോയി. അവര് വരവന്നെ പന്തികയായിട്ടുള്ള വരവാണ്, നല്ല കറക്റ്റായിട്ടല്ല വരുന്നത്. റോങ് സൈഡിലാണ് അവര് വരുന്നത്. വലതുകാലിൽ ഉൾപ്പെടെ സാരമായി പരിക്കേറ്റ് വീണുകിടക്കുന്ന നസീമയെ കണ്ട നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം തകർന്നിട്ടുണ്ട്. സ്കൂട്ടറിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മഞ്ചേരി മുള്ളമ്പാറ സ്വദേശികളാണ് കാറിൽ ഉണ്ടായിരുന്നത്. കക്കടാമ്പൊയിൽ നിന്നും ടൂർ കഴിഞ്ഞു വരുന്നതായിട്ടുള്ള KL 65W 3798 ഇന്നോവ കാർ അകമ്പാടം വെച്ച് ഒരു സ്കൂട്ടർ ഓടിച്ചു വരുന്നതിന് സ്ത്രീക്കിട്ട് തട്ടി അവിടെ നിന്ന് നിർത്താതെ പോകുന്ന വണ്ടി ഇന്നോവ ആ പരിഭ്രാന്തിയോടുകൂടിയുള്ള ഓടിക്കലിൽ മറ്റു പലയിടത്തും തട്ടിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് പോലീസിന് കൃത്യമായ വിവരം ലഭിച്ചത് കാരണം ജ്യോതിപ്പടിക്കൽ വെച്ചിട്ട് ഞാൻ പോലീസ് പാർട്ടിയുടെ സഹായത്തോടെ തടഞ്ഞു നിർത്തി സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അത് വണ്ടിയിലുള്ള ആളുകളെ പരിശോധിച്ച സമയത്ത് അതിനകത്തുള്ളത് ടീനേജ് ആയിട്ടുള്ള പിള്ളേരാണ്. അവർ ലൈസൻസ് ഉണ്ടെന്ന് പറയുന്നു. എല്ലാവർക്കും ലൈസൻസ് ഇല്ല. ഓടിച്ച ആൾക്ക് ലൈസൻസ് ഉണ്ടോ എന്നുള്ള പരിശോധന ഉണ്ടെന്നാണ് പറയുന്നത്, ഉറപ്പില്ല. അപ്പോൾ ആ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് പരിശോധിച്ച സമയം ഈ ടീനേജ് ആയിട്ടുള്ള പിള്ളേർക്ക് അനധികൃതമായിട്ട് വാടകയ്ക്ക് എടുത്ത വണ്ടിയാണ്. അതായത് റെൻ്റേക്കാർ നടത്താൻ ഓതറൈസ്ഡ് ആയിട്ടുള്ള അംഗീകൃതമായിട്ടുള്ള മറ്റ് രേഖകളൊന്നും ഇല്ലാതെ തന്നെ പിള്ളേർക്ക് ന്യൂ ഇയറിൽ മറ്റും ആഘോഷിക്കാനായി കക്കടാമ്പൊയിലും മറ്റും ടൂർ പോകാനായും മറ്റും മഞ്ചേരി ഭാഗത്ത് നിന്ന് എവിടുന്നോ റെന്റിനെടുത്ത വണ്ടിയാണെന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഇനിയും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ശക്തമായ നടപടികളുണ്ടാവും. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds. Most trusted gold. PAK Gold and Diamonds.